രാഷ്ട്രീയത്തിൽ ചില അണിയറ കഥകളുണ്ട്. പുറത്തു കാണുന്ന ചിരികൾക്കും കെട്ടിപ്പിടുത്തങ്ങൾക്കും ആദർശ പ്രസംഗങ്ങൾക്കും അപ്പുറം കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചില കളികൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു രാഷ്ട്രീയ നാടകത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഞെട്ടിപ്പിക്കുന്ന തകർച്ചയെക്കുറിച്ച്. രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും അണിയറ സംസാരങ്ങളും വെച്ച് നോക്കിയാൽ ഇതൊരു സാധാരണ വാർത്തയല്ല, ഒരു വ്യക്തിയുടെ മാത്രം വീഴ്ചയുമല്ല. മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയെ സ്വന്തം കൈക്കുള്ളിലാക്കാൻ കരുക്കൾ നീക്കുന്ന ചില പുതിയ അധികാര കേന്ദ്രങ്ങളുടെ, പ്രത്യേകിച്ച് യുവ കോൺഗ്രസ് നേതൃത്വത്തെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ ഷാഫി മാങ്കൂട്ടൻ ടീമിൻ്റെ വലിയൊരു രാഷ്ട്രീയ പദ്ധതിയാണ് ഇവിടെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കഥയിലെ ദുരൂഹതകൾ എന്തൊക്കെയാണ്? കഥയിലെ പ്രധാന കഥാപാത്രം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. കേരള രാഷ്ട്രീയത്തിലെ പുതിയ താരോദയമായി വലതുപക്ഷം ഉയർത്തിക്കാട്ടിയ നേതാവ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവർ ചെന്ന് ചാടിയിരിക്കുന്നത് ഒരു ചെറിയ കുഴിയിലൊന്നുമല്ല. സാധാരണക്കാരായ ജനങ്ങൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ആശ്രയിക്കുന്ന റേഷൻ കാർഡിൽ വ്യാജരേഖ ചമച്ചു എന്നതാണ് അവർ നേരിടുന്ന ആരോപണം. അത് മരിച്ച ഒരു വ്യക്തിയുടെ പേരിൽ കള്ളത്തരം കാണിച്ച് വോട്ടർ പട്ടികയിൽ ഇടം നേടി ആ നാടിനെ മുഴുവൻ കബളിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണം. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് കിടക്കുന്നത്. ഈ തട്ടിപ്പിൻ്റെ വാർത്ത പുറത്തു വരുമ്പോൾ പൊളിയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മുഖംമൂടി മാത്രമല്ല, മറിച്ച് ആരുമറിയാതെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്ന വലിയൊരു തിരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാണ്. എന്താണ് സത്യത്തിൽ ആ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഒട്ടും നിയമസാധുതയില്ലാത്ത ഒരു വലിയ തെറ്റിലേക്ക് അവർ നടന്നു എന്നാണ് ആരോപണം. തുവയൂർ സ്വദേശിയായ യശോദ എസ് പിള്ള എന്ന പ്രായമായ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയുടെ റേഷൻ കാർഡിലാണ് ശ്രീനാദേവി വ്യാജമായി പേര് ചേർത്തത് എന്ന് പറയപ്പെടുന്നു. അതും എന്തെന്നറിയാവോ? ആ കാർഡ് ഉടമയായ യശോദയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന വ്യാജേന. യശോദ പോലും അറിയാതെയാണ് ഈ തിരിമറി നടന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നിർഭാഗ്യവശാൽ 2024 സെപ്റ്റംബറിൽ ആ സ്ത്രീ മരണപ്പെട്ടു. അവരുടെ മക്കൾ വിദേശത്തായിരുന്നു. വീട്ടിൽ ആൾതാമസമില്ലെന്ന് കണ്ട് ആ മേൽവിലാസം ഉപയോഗിച്ച് നടത്തിയ ഒരു തന്ത്രപ്രധാനമായ നീക്കമായിരുന്നു അത് എന്നാണ് വിവരം. ഈ റേഷൻ കാർഡ് ഉപയോഗിച്ചാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തതും പിന്നീട് ജനപ്രതിനിധി ആയതും എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ രഹസ്യങ്ങൾ എത്ര നാൾ ഒളിപ്പിച്ചു വയ്ക്കാനാകും? SIR പരിശോധനയിൽ യശോദയുടെ മക്കൾ ഈ കള്ളത്തരം കയ്യോടെ പിടികൂടി. അവർ നൽകിയ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിമാറ്റുകയും ആ റേഷൻ കാർഡ് തന്നെ റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ നിയമത്തിന് മുന്നിൽ വ്യാജരേഖ ചമച്ചതിനും വഞ്ചനയ്ക്കും ഈ നേതാവ് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു കാണുന്ന കാര്യങ്ങൾ. എന്നാൽ നമുക്ക് അണിയറയിലെ യഥാർത്ഥ കളികളിലേക്ക് വരാം. ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ആരാണ്? എന്തിനാണ് കോൺഗ്രസിലെ ചില പുതിയ പവർ സെൻറ്ററുകൾ, പ്രത്യേകിച്ച് ഷാഫി മാങ്കൂട്ടം സംഘം, ഇവരെ ഇത്രയധികം നെഞ്ചിലേറ്റിയത്? അവിടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ യഥാർത്ഥ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അധിക കാലമൊന്നും ആയിട്ടില്ല CPIയുടെ സജീവ നേതാവായിരുന്നു ഈ ശ്രീനാദേവി കുഞ്ഞമ്മ. അവിടെ നിന്ന് അപ്രതീക്ഷിതമായി ഒരു സുപ്രഭാതത്തിൽ അവർ കോൺഗ്രസ് പാളയത്തിൽ എത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ അതൊരു സ്വാഭാവികമായ രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസിനുള്ളിലെ ചിലരും അടക്കം പറയുന്നത്. അതിനു മുന്നിൽ വളരെ കൃത്യമായ ഒരു തിരക്കഥയുണ്ടായിരുന്നു. ആ തിരക്കഥ തയ്യാറാക്കിയതും സംവിധാനം ചെയ്തതും ഷാഫിയും സംഘവുമായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ശക്തമായി പുറത്തു വരുന്നതും. എന്തിനായിരുന്നു അങ്ങനെയൊരു നീക്കം? അതിനൊരു കൃത്യമായ കാരണമുണ്ട്. നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു സമയം, അതീവ ഗുരുതരമായ ചില വ്യക്തിപരമായ ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും കൊടുങ്കാറ്റിൽപ്പെട്ട് നിൽക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ ആ സംഘം ഉഴറിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ആ വിഷയത്തിൽ രാഹുലിനെ അനുകൂലിച്ച് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടതും ശ്രദ്ധേയമായ പ്രതിരോധം തീർത്തതും മറ്റാരുമല്ല, ഇതേ ശ്രീനാദേവി കുഞ്ഞമ്മയായിരുന്നു. ആരോപണ വിധേയനായി നിൽക്കുന്ന സമയത്ത് അവർ നിരന്തരം രംഗത്തെത്തി. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും ഈ വിഷയത്തിൽ അവർ ശക്തമായി വാദിച്ചു. എന്തിനായിരുന്നു ഈ അപ്രതീക്ഷിത പ്രതിരോധം?
ഇതൊരു വെറും സ്നേഹമോ ആദർശമോ ആയിരുന്നില്ല, മറിച്ച് കൃത്യമായ ഒരു കൊടുക്കൽ വാങ്ങലായിരുന്നു എന്നാണ് അണിയറ സംസാരങ്ങൾ സൂചിപ്പിക്കുന്നത്. CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്താനും ഉടൻ തന്നെ പള്ളിക്കൽ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വം നൽകാനും ആവശ്യമായ പിന്തുണ നൽകി വിജയിപ്പിക്കാനും ചരട് വലിച്ചത് ഈ ഷാഫി മാങ്കൂട്ടം സംഘമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ വലിയ സഹായത്തിന് സീറ്റ് നൽകി തന്നെ വിജയിപ്പിച്ചതിന് ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പ്രത്യുപകാരമായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങളിൽ അവർ തീർത്ത ഈ പ്രതിരോധ കോട്ട? ആ സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഒരു വശത്ത് സീറ്റ് നൽകുന്നു, മറുവശത്ത് തങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ പുതുതായി വന്ന നേതാവിനെ ഉപയോഗിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം. എന്നാൽ ആ മാസ്റ്റർ പ്ലാൻ അവിടെ അവസാനിച്ചിരുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ഈ പുതിയ അച്ചുതണ്ട് അതിനിടയിൽ വളരെ നിർണായകമായ മറ്റൊരു വലിയ പദ്ധതിക്ക് കൂടി രൂപം നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. തെക്കൻ കേരളത്തിൽ തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആധിപത്യം പതുക്കെ പൂർണ്ണമായും ഉറപ്പിക്കാൻ ഷാഫി വിഭാഗം അനുയായികൾക്ക് വേണ്ടി അതിവിദഗ്ധമായ ചില കരുനീക്കങ്ങൾ നടത്തിയതായി കേൾക്കുന്നു. അവർ പ്രധാനമായും നോട്ടമിട്ടത് 2 സീറ്റുകളായിരുന്നു അത്രേ. ഒന്ന് ആലപ്പുഴയിലെ കായംകുളവും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരവും. ഇതിൽ തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ, അതായത് നേമം പോലുള്ള ചില മണ്ഡലങ്ങളിൽ തങ്ങളുടെ വിശ്വസ്തർക്ക് താല്പര്യമില്ലാത്തതിനാൽ ആ സീറ്റുകൾ അവർ തന്ത്രപരമായി ഒഴിവാക്കി. പകരം ശക്തമായി ആവശ്യപ്പെട്ടത് കായംകുളത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും വാമനപുരത്ത് സുധീർ ഷാ പാലോടിനും സീറ്റ് നൽകണം എന്നാണത്രേ. വാമനപുരം പോലൊരു മണ്ഡലത്തിൽ സുധീർ ഷാ പാലോടിനെ ഇറക്കുന്നതിനെതിരെ പ്രാദേശിക തലത്തിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലും കടുത്ത എതിർപ്പ് ഉയർന്നതായി വാർത്തകളുണ്ടായിരുന്നു. പ്രാദേശിക വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് നിൽക്കുന്ന നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് സുധീർ ഷായെ കൊണ്ടുവരുന്നതിലെ അനീതി പലരും ചൂണ്ടിക്കാട്ടി. ആ ചർച്ചകൾ ഇപ്പോഴും വലിയൊരു തീരുമാനമാകാതെ നിൽക്കുകയാണ്. എന്നാൽ കായംകുളത്തെ സ്ഥിതി അതായിരുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ സസ്പെൻസ്. കഴിഞ്ഞ തവണ കായംകുളത്ത് മത്സരിച്ച അനിതാ ബാബുവിനെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് പകരം തങ്ങളുടെ സ്വന്തം നോമിനിയായ ശ്രീനാദേവി കുഞ്ഞമ്മയെ കായംകുളം മണ്ഡലത്തിൽ ഇറക്കാനുള്ള നീക്കം ഏതാണ്ട് വിജയത്തോട് അടുക്കുകയായിരുന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള രഹസ്യവിവരങ്ങൾ. കായംകുളത്ത് ശ്രീനാദേവിക്ക് സീറ്റ് നൽകാമെന്ന് തത്വത്തിൽ ഷാഫി മാങ്കൂട്ടൻ ടീം നേതൃത്വത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പോലും കേൾക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരെ മൂലക്കിരുത്തി അപ്രതീക്ഷിതമായി കടന്നു വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ നിയമസഭയിലേക്ക് അയക്കാൻ, അതുവഴി തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ശക്തി തെക്കൻ കേരളത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ ഈ സംഘം വലിയ പദ്ധതികളാണ് ഇട്ടിരുന്നത്. എല്ലാം അവരുടെ പ്ലാൻ അനുസരിച്ച് വളരെ മനോഹരമായി മുന്നോട്ട് പോവുകയായിരുന്നു. കൃത്യം അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ ക്ലൈമാക്സ് സംഭവിക്കുന്നത്. ഇടുത്തി പോലെ ആ വാർത്ത പുറത്തു വന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജരേഖ ചമച്ചാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തത് എന്ന സത്യം പൊതുസമൂഹത്തിന് മുന്നിലേക്കെത്തി. ആദ്യം ഇതൊരു ചെറിയ രാഷ്ട്രീയ ആരോപണമാണെന്ന് കരുതി എല്ലാവരും തള്ളിക്കളയാൻ ശ്രമിച്ചു. ശ്രീനാദേവിയും അത് നിഷേധിച്ചു. എന്നാൽ മരിച്ച യശോദയുടെ മക്കൾ നൽകിയ കൃത്യമായ പരാതിയും തുടർന്ന് സപ്ലൈ ഓഫീസർ നടത്തിയ അന്വേഷണവുമെല്ലാം ഒറ്റയടിക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചു. അനധികൃതമായി പേരു ചേർത്തത് ഔദ്യോഗികമായി തെളിഞ്ഞതോടെ സപ്ലൈ ഓഫീസർ ശ്രീനാദേവിയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിമാറ്റുകയും ആ കാർഡ് തന്നെ റദ്ദാക്കുകയും ചെയ്തതോടെ സംഭവത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ്. ഇതൊരു സാധാരണ കേസുമല്ല. നിയമത്തിന് മുന്നിൽ വ്യാജരേഖ ചമയ്ക്കലും ആൾമാറാട്ടവും വലിയ കുറ്റങ്ങൾ തന്നെയാണ്. ഇതോടെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും തൃശങ്കുവിലായിരിക്കുകയാണ്. ലഭിക്കുന്ന നിയമോപദേശങ്ങൾ ശരിയാണെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വ്യാജരേഖ നൽകി മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് ആ സ്ഥാനത്ത് തുടരാൻ വലിയ നിയമ തടസ്സങ്ങളുണ്ട്. വിഷയം കോടതി കയറിയാൽ സ്ഥാനചലനം ഉറപ്പാണ്. നോക്കൂ, ഇതാണ് ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ. കായംകുളം സീറ്റിൽ മത്സരിച്ച് MLA ആകാൻ മോഹിച്ച് അതിനുവേണ്ടി പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി പ്രതിരോധം തീർത്ത് മുന്നേറിയ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇപ്പോൾ സ്വന്തം പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും നിലനിർത്താൻ കഴിയുമോ എന്ന ഭയമാണ്. ഈ ഒരു വലിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഏത് കോൺഗ്രസ് നേതൃത്വമാണ് ശ്രീനയെ കായംകുളത്ത് പരിഗണിക്കാൻ തയ്യാറാവുക? കായംകുളം പോയിട്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അവരെ മുന്നിൽ നിർത്താൻ പാർട്ടിക്ക് വലിയ ധൈര്യം വേണ്ടിവരും. അതായത് തങ്ങളുടെ ഗ്രൂപ്പ് വളർത്താൻ തങ്ങളുടെ തെറ്റുകൾക്ക് കുടപിടിക്കാൻ ഒരുക്കിയ ആ വലിയ ചീട്ടുകൊട്ടാരമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരൊറ്റ കാറ്റിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്. അനിതാബാബുവിനെ മാറ്റി നിർത്തി വാമനപുരത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തി തെക്കൻ കേരളം മെല്ലെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാം എന്ന് കരുതിയ ആ പുത്തൻ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണിത്.
രാഷ്ട്രീയത്തിൽ കുറുക്കു വഴികളില്ല എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണ്. സ്വാഭാവികമായ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പകരം ഇല്ലാത്ത ബന്ധങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയും കുറുക്കു വഴികളിലൂടെ അധികാരം പിടിക്കാമെന്നും കരുതുന്നവർക്കുള്ള ഏറ്റവും വലിയ പാഠമാണിത്. ഒരു വേള വിവാദങ്ങളിൽപ്പെട്ടവരെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നവർ ഇപ്പോൾ സ്വന്തം വീഴ്ചകളെ എങ്ങനെ ന്യായീകരിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ്. അവരെ മുന്നിൽ നിർത്തി കേരളം പിടിക്കാൻ ഇറങ്ങിയവരും ഇപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നു. ഇതൊരു വ്യക്തിയുടെ മാത്രം പതനമല്ല, അധികാരത്തിനു വേണ്ടിയുള്ള ഗ്രൂപ്പ് കളികളുടെയും കുറുക്കു വഴികളുടെയും അനിവാര്യമായ തകർച്ചയുടെ ഒരു സൂചന കൂടിയാണിത്. അണിയറയിലെ നാടകങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. നാളുകൾ കാത്തിരുന്ന് കാണാം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിവാദങ്ങൾ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന്.